VP ശ്രീ പത്മനാഭൻ, എന്തുകൊണ്ടാണ് അമിത് ഷാ 16 ദിവസമായിട്ട് പാർലമെന്റിൽ വരാത്തത്? എടി പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പാർലമെന്റിൽ വന്നിട്ടൊക്കെ ഉണ്ട് ഈ സമ്മേളനത്തിന്റെ ഇടയിൽ. ഇല്ലാന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഇന്നത്തെ സഭയിലെ നടപടിക്രമമൊന്നും കേട്ടിട്ടില്ലല്ലേ? എനിക്കറിയില്ല. ഇന്ന് കിരൺ റിജ്ജു ലോക്സഭയിൽ പറഞ്ഞു താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യം. നിങ്ങൾ ബഹളം വെച്ചാൽ നടക്കില്ല, നിങ്ങൾ ബഹളം നിർത്തിവെക്കൂ, ബിസിനസ് അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ, അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാമെന്ന്. പാർലമെന്റ് സമ്മേളനത്തിൻ്റെ ആദ്യത്തെ 4 ദിവസം SIR നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ബഹളം. നിർത്തിവെച്ചോ? പണ്ട് പെഗാസിസിന്റെ പേരിൽ ഒരു പാർലമെന്റ് സമ്മേളനം മുഴുവൻ ഒലിച്ചുപോയി. പെഗാസിസിന്റെ പേരിൽ എന്തായി? പെഗാസിസ് എന്തായി? ആരെങ്കിലും സ്വന്തം ഫോൺ കൊടുത്തോ പരിശോധിക്കാൻ? ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് എൻ്റെ ഫോൺ ടൈപ്പ് ചെയ്യുന്നു, എൻ്റെ ഫോൺ ഇസ്രയേലി ആപ്പ് വെച്ച് ടൈപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിട്ടുകൊടുത്തോ സ്വന്തം ഫോണ്? ഈ ബങ്കിപ്പൂർ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയി ഇപ്പൊ നമ്മുടെ ഈ ചർച്ചയിലുള്ള മറ്റ് 2 പേരും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഒരു ഭയമുണ്ടോ BJPക്ക്? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. 2014 മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. അതവിടെ നിൽക്കട്ടെ. വിഷയം പാർലമെന്റ് ആണല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട ശിവദാസൻ സാറ് നമ്മുടെ വന്ദേ മാതര നിയമത്തെ പറ്റി ഇവിടെ ഇപ്പം വിശദമായി സംസാരിച്ചു, അതിൻ്റെ പോരായ്മകളെ പറ്റിയിട്ട്. അതുപോലെ നമ്മുടെ ബാങ്കിങ് ലോയിനെ പറ്റി അദ്ദേഹം സംസാരിച്ചു. FCRA നിയമം, വരാൻ പോകുന്ന നിയമത്തെപ്പറ്റി അദ്ദേഹം സംസാരിച്ചു. സാറേ, ഇതൊക്കെ രാജ്യസഭയിൽ പ്രസംഗിക്കാനല്ലേ കേരളത്തിലെ MLA മാർ സാറെ ഇവിടുന്ന് ജയിപ്പിച്ചയച്ചത്? നിനക്ക് പ്രാന്താളാ പന്നി. JP നഡ്ഡയോടും അതുപോലെ തന്നെ രാജ്യസഭയിലെ മറ്റ് ഹാജരാവുന്ന കേന്ദ്രമന്ത്രിമാരോടും തർക്കിക്കാനും സംസാരിക്കാനും ഈ നിയമത്തെ വിശകലനം ചെയ്യാനും ഇത് തെറ്റാണ്, ഇത് പരാജയപ്പെടുത്തണമെന്ന് പറയാനും അല്ലേ സാറ് പറഞ്ഞത്? അത് ചെയ്യുന്നില്ലല്ലോ. വെറുതെ ധൈര്യം ആളെ കൊല്ലാൻ നോക്ക. തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു, ബങ്കിംപൂരിനെ പറ്റി പറഞ്ഞു. ബങ്കിംപൂർ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിക്ക് കെട്ടിവെച്ച കാശില്ല. ഇന്ത്യ സഖ്യത്തിന് എത്ര വോട്ടാ കിട്ടിയവരെ? 10.9% വോട്ട്. കെട്ടിവെച്ച കാശില്ല. മഞ്ചേശ്വരത്തെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ അവസ്ഥയായി. മഞ്ചേശ്വരത്തെ മാർക്സിസ്റ്റ് പാർട്ടി സുരേന്ദ്രനെ ശരിയാക്കാൻ ലീഗ് നോട്ട് ചെയ്ത് വോട്ടെണ്ണി ഇപ്പൊ കെട്ടിവെച്ച കാശില്ല. ഞാനൊരു പ്രവചനം നടത്താ. അടുത്ത തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ഭാവി പ്രധാനമന്ത്രി എന്നുള്ള പോസ്റ്റ് നഷ്ടപ്പെടും. അത് പ്രശാന്ത് കിഷോറിന് കിട്ടും. ഇങ്ങനെ പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റേ അഭിജിത് ദീപ്കയോ അല്ലെങ്കിൽ നമ്മുടെ പ്രശാന്ത് കിഷോറോ ആയിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. അതാ കാര്യങ്ങൾ അങ്ങോട്ട് കെട്ടിവെച്ച കാശില്ല. എന്തൊരു കഷ്ട. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.